അമലിലേക്ക് വരാം. രാഹുൽ ജിനാഥ് മെഡിക്കൽ കോളേജിൽ നമ്മളോടൊപ്പമുണ്ട്. രാഹുൽ, ബന്ധുക്കളെ മെഡിക്കൽ കോളേജിലേക്കാണോ എത്തിക്കുക? ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കടക്കം എപ്പോഴാണ് കടക്കുക? മാധു, ബന്ധുക്കൾക്ക് വിവരം കൃത്യമായി നൽകിയിട്ടുണ്ട്. അതായത് മൃതദേഹം കണ്ട ഉടൻ തന്നെ ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെയുള്ളവർ ബന്ധുക്കൾക്ക് വിവരം നൽകി. കാരണം ഈ പറഞ്ഞതുപോലെ നിലവിൽ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഈ പ്രദേശം, കണ്ടെത്തിയ പ്രദേശം, ജോയിയുടെ മൃതദേഹം ഒഴുകി വന്ന പ്രദേശം, ആ ശരീരപ്രകൃതം, അതിലുണ്ടായിരുന്ന മുറിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ജോയി തന്നെ ആകാമെന്ന നിഗമനത്തിലാണ് ആദ്യം എത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ബന്ധുക്കളെ വിവരം അറിയിച്ചെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തി. നെയ്യാറ്റിൻകരയിൽ നിന്ന് അവർ മോർച്ചറിയിലേക്ക് എത്തും. തുടർന്നാകും ബാക്കി നടപടികളുണ്ടാകുക. ഇൻക്വസ്റ്റ് നടപടിയും പോസ്റ്റ്മോർട്ടവും അതിനുശേഷമാണ് നടക്കുക. രാഹുൽ ജിനാഥാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ, ഈ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിലാണോ അവിടേക്ക് കൊണ്ടുവന്നത്? മധു, അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇത്തരം നിഗമനങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഈ കണ്ട ജീവനക്കാർ പോലും പറയുന്നത് അത് ജോയി ആണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആ ഫോട്ടോ തങ്ങൾ കണ്ടിരുന്നു, എന്നാൽ ഫോട്ടോയിലുള്ളതുപോലെയല്ല, മുഖം വെള്ളം കയറി അത് മറ്റൊരു നിലയിലായിരുന്നു മുഖം എന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് അവരും നമ്മളോട് പ്രതികരിച്ചത്. ഔദ്യോഗികമായ സ്ഥിരീകരണത്തിനാണ് നിലവിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ആ മൃതദേഹം ലഭിച്ച സ്ഥലമാകട്ടെ, അതിനപ്പുറത്തേക്ക് അതിലുണ്ടായ മുറിവുകൾ, ഈ കിട്ടിയ സ്ഥലം എല്ലാം ഈ തോടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് കിട്ടിയിട്ടുള്ളത്. രാവിലെ നല്ല മഴ പെയ്തിരുന്നു. തലേ ദിവസം 5 ലക്ഷം ലിറ്റർ വെള്ളം ഇറിഗേഷൻ ജലസേന വകുപ്പ് പമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ബാക്കി ഇത്തരം കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അത് ജോയിയുടെ മൃതദേഹമാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴും ആദ്യമായി കണ്ടെത്തിയവർ മൃതദേഹം കമിഴ്ന്നു കിടക്കുകയായിരുന്നു. വെള്ളം കയറിയത് കൊണ്ടാകണം മുഖം തിരിച്ചറിയാൻ കഴിയുന്നത്ര, അതായത് ഈ ഫോട്ടോയിൽ കണ്ട് ഇത് ജോയി ആണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്ര ധാരണയിലേക്ക് എത്താനുള്ള വ്യക്തതയില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മുതൽ ഈ തിരച്ചിൽ നടക്കുമ്പോൾ അവർ ഉറപ്പിച്ച് പറഞ്ഞിരുന്ന കാര്യം, 1-ാം പ്ലാറ്റ്ഫോം മുതൽ 5-ാം പ്ലാറ്റ്ഫോം വരെ ഇടയിലുള്ള ടണലുകളിൽ അല്ലെങ്കിൽ മാൻഹോളുകളിൽ പെടാനായിരിക്കും സാധ്യത എന്ന് ഉറച്ചു തന്നെയാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ തിരിച്ച് 1-ാം പ്ലാറ്റ്ഫോമിനടുത്തുള്ള തോടിൻ്റെ തുടക്ക ഭാഗത്തേക്ക് നാവികസേന ഇറങ്ങുകയും തിരച്ചിൽ നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതായത് മനുഷ്യന് സാധ്യമായ ഇടങ്ങളിലേക്കെല്ലാം ഇന്നലെ മുതൽ തിരച്ചിൽ കടന്നപ്പോഴും ഇതിനുള്ളിലേക്ക് അത്രമാത്രം മാലിന്യമുണ്ടെന്നും അതിനപ്പുറത്തേക്ക് മാൻഹോളുകൾ വളരെ നേർത്ത മാൻഹോളുകളാണെന്നും അതുവഴി മനുഷ്യന് കടക്കാൻ കഴിയുമുള്ള സംശയങ്ങൾ പോലും ഉണ്ടെന്ന്. ഗ്രില്ല് ചെയ്ത ഭാഗങ്ങൾ, ഇപ്പോൾ ഗ്രില്ല് അഥവാ അല്പം മുകളിലേക്ക് പൊങ്ങിയിരുന്നാൽ ഒരു മനുഷ്യന് അതുവഴി ഒഴുകി പോകാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് നോക്കൂ, ഈ പവർ ഹൗസിൻ്റെ പ്രദേശവും കടന്ന് തകരപ്പറമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ 1-ാം പ്ലാറ്റ്ഫോം മുതൽ 5-ാം പ്ലാറ്റ്ഫോം വരെ ഒഴുകി പോകേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി എന്നൊക്കെ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്, പല ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥിരീകരണത്തിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഈ മാലിന്യം നിറഞ്ഞ ടണലുകളാണ്, മാൻഹോളുകളാണ്. അതും കടന്നു വേണം, പവർ ഹൗസും കടന്നാണ് തകരപ്പറമ്പിലേക്ക് വെള്ളം ഒഴുകുന്നത്. ഇന്നലെ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ആ മന്ദഗതിയിലുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടതാണ്. അത്രമാത്രം മാലിന്യമുണ്ടെന്ന് സ്ക്യൂബ ഡൈവിംഗ് ടീം അംഗങ്ങൾ, സംഘാംഗങ്ങളും പറഞ്ഞതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ജോയി ഈ പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ടണലിൽ കുടുങ്ങിയിരിക്കാമെന്ന നിഗമനത്തിൽ തന്നെയാണ് നാവികസേനയും ഇന്ന് രാവിലെ മുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതുപ്രകാരമാണ് സോണോമീറ്റർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അത്തരത്തിൽ പരിശോധന നടത്താമെന്ന് തീരുമാനിച്ചത്. ആ ഒരു ഘട്ടത്തിലാണ് തകരപ്പറമ്പിൽ നിന്നും ഇത്തരത്തിലൊരു അജ്ഞാത മൃതദേഹം കണ്ടെടുക്കുന്നത്.